ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അതിന് 2 കിലോ ബീഫ് ഉണ്ട്. അപ്പോൾ അത് കായിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഇതേ ബീഫ് നുറുക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പോകാം. ഉപ്പും മഞ്ഞളും മുളകും കൂടിയിട്ട് തിരുമ്പി കുക്കറിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിലേക്ക് കുറച്ച് കായ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നുറുക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇത്രയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം, പച്ചമുളക് അരിഞ്ഞെടുക്കണം, സവോള അരിഞ്ഞെടുക്കണം. അപ്പോൾ പോകാം. ബീഫ് കാച്ചാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും നന്നായി കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം. സവോള ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നുള്ളൂ. നമുക്ക് കുറച്ച് മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കും. ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായി മൂത്ത് വരട്ടെ. ബീഫ് ചേർത്ത് ഇതൊന്ന് യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം. ബീഫിൽ കായും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നോക്കാം. ഇനി അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കുറച്ച് ചാറോട് കൂടിയ ബീഫ് കറി തയ്യാറായി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. താങ്ക് യു.